ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ലോങ് വീഡിയോ അങ്ങനെ എന്താ പറയുക ഏകദേശം ഇടുന്നതുകൊണ്ട് അത്യാവശ്യം വാച്ചവറൊക്കെ കൂടുന്നുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എന്നൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഉച്ചയ്ക്ക് നന്നായിട്ട് ഉറങ്ങിയത് കൊണ്ട് തന്നെ വൈകുന്നേരം ആയത് ഒട്ടും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എണീറ്റ് നേരെ എന്താ പറയുക ചോറിന് വെള്ളം വെച്ചു കേട്ടോ. ഞാൻ 2 നേരം ചോറ് വെക്കലാണ്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പോഴത്തേനും അത് കേടുവരും ചോറ്. അപ്പോൾ പിന്നെ വെറുതെ നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ കുറച്ചും വൈകുന്നേരം കുറച്ചും വെക്കും കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെക്കുള്ളൂ. അങ്ങനെ അത് വെള്ളം വെച്ചിട്ട് നമ്മൾ നേരെ കുറച്ച് പാത്രങ്ങൾ, ഉച്ചക്കത്തെ പാത്രമൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. കാരണം അത്രയും ഉറക്കം വന്നിട്ടാണോ ഇനി തലവേദന അസഹ്യമായിരുന്നു കേട്ടോ. ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായതുകൊണ്ട് സഹിക്കൂല ചില നേരത്ത്. അതുകൊണ്ട് നേരെ പോയി കിടന്നു കേട്ടോ. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ചിട്ട് എന്താ പറയുക അരി അടുപ്പത്ത് വെച്ചു കേട്ടോ. കറി ഇതേപോലെ തന്നെ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കാട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മമാരുടെ വീട്ടിൽ പോയപ്പോൾ എന്താ പറയുക കറിവേപ്പിലയും അതേപോലെ മുരിങ്ങൻ്റെ ഇലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് താളിപ്പാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മമാൻ്റെ വീട്ടിൽ പോയ വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി ഒന്ന് കാണണേ, സപ്പോർട്ട് ചെയ്യണേ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ അടിച്ചു വരാൻ നിന്നിട്ടോ. കാരണം ഞങ്ങൾ ഒരു രാവിലെ 10 മണിയൊക്കെ ആയപ്പോൾ അങ്ങാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഠായി കൊടുന്നപ്പോൾ ചെറുക്കൻ അതൊക്കെ എന്ത് കാട്ടി എല്ലായിടത്തും പരത്തി ആകെ ഉറുമ്പും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു വരി ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ഇതിന് അരി തിളച്ച് നമ്മൾ റൈസ് കുക്കറിലിട്ട് ഇറക്കി വെച്ചു കേട്ടോ. ഈ റൈസ് കുക്കർ ആകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. കാരണം അതൊന്നിട്ട് തിളച്ചാൽ അതങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ നമ്മളെ ടൈമിനനുസരിച്ച് വേവുന്ന അരിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വന്ന് മാറ്റണം. ഇല്ലെങ്കിൽ അത് ആക്കാൻ പോലെ അങ്ങനെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ പിന്നെ ആ ഭാഗത്തൊന്നും തിരിഞ്ഞേ നോക്കണ്ട, ഗ്യാസും തീരില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക നമ്മൾ പിന്നെ ചിക്കനൊക്കെ എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ആക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക ചില നേരത്തെ കൊണ്ടുവരുന്ന ചിക്കനിൽ ഭയങ്കര തൂവലായിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ആദ്യം ഞാനൊന്ന് കഴുകി, പിന്നെ അതിൽ നിന്ന് തൂവലൊക്കെ കളഞ്ഞിട്ട് പിന്നെയാണ് നന്നായിട്ട് കഴുകുക കേട്ടോ. അങ്ങനെ അതേ തൂവലൊക്കെ കളഞ്ഞ് അതൊക്കെ സെറ്റാക്കി അവിടെ എടുത്ത് വെച്ചു കേട്ടോ. ഒന്നും പിന്നെ കാട്ടിയിട്ടില്ല. പിന്നെ അതേ നമ്മൾ ചിക്കനൊക്കെ കഴുകിയതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ വാഷ് ബേസൊക്കെ ഒന്ന് എന്താ പറയുക ഉരച്ച് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ കുളിക്കാനാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ ഇനി കുളിച്ചിട്ട്, കാരണം ബാങ്ക് കൊടുക്കാനായി, ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് വേഗം കുളി കഴിച്ച് ഒതുണ്ടാക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് എന്താ പറയുക കുളി കഴിയുന്ന കറക്റ്റ് സമയത്ത് തന്നെ ബാങ്ക് വിളിക്കുകയാണ്. അതിൻ്റെ മുമ്പ് നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനി കുളിച്ചാൽ പിന്നെ ഞാൻ ഈ പണിയൊന്നും ചെയ്യൂല കേട്ടോ. എന്താ പറയുക പിന്നെ എനിക്ക് നിസ്കരിക്കാൻ ഭയങ്കര ഇടങ്ങേറായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ തുടച്ചൊക്കെ ഇട്ടിട്ട് നേരെ പോയി കുളി കഴിഞ്ഞിട്ട് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും അടുക്കളയിലോട്ട് കയറി കേട്ടോ. അങ്ങനെ ഇത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. എന്താ പറയുക ചിക്കൻ കറിയൊന്നുമല്ല, ചെറിയൊരു വരട്ട് പോലെ കേട്ടോ. ഞാൻ പല രീതി പരീക്ഷിക്കും കേട്ടോ ചിക്കനും. എന്താ പറയുക ഞാൻ എപ്പോഴും പറയും ലാബിലെ തവളയാണ് എൻ്റെ കെട്ടിയവനും എൻ്റെ കുട്ടിയും ഞാനും ഒക്കെ കേട്ടോ. കാരണം ഞാനും അടക്കം, കാരണം ഞാനും പരീക്ഷിച്ച സാധനമാണല്ലോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരെ കുറേ തുണികളൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. തുണികൾ എപ്പോഴും മടക്കി വെക്കാൻ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിരുമ്പുന്നതൊക്കെ അപ്പം മടക്കി വെക്കൂല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആക്കും പോലെയൊക്കെ തന്നെ മടക്കി വെക്കുള്ളൂ. കാരണം ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടീനെയും കൊണ്ട് നടക്കൂല. അങ്ങനെ നമ്മൾ അതൊക്കെ മടക്കി വെച്ച് നേരെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ ഇതിന് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് എന്താ പറയുക ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴത്തേന് നമ്മളെ ചിക്കൻ കറി സെറ്റായി. ചിക്കൻ കറിയല്ല, ചിക്കൻ വരട്ടാണ്. കണ്ട കറി പോലെയൊക്കെ തോന്നും. പിന്നെ മുരിങ്ങൻ്റെ താളിപ്പ് ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.